ബഷീർ പെരുവളത്തുപറമ്പിന്റെ ജീവജാലങ്ങളെ ആസ്പദമാക്കി എഴുതിയ കഥാസമാഹാരമായ ഉറുമ്പാനയുടെ പ്രകാശനം ഈ മാസം 18 ഞായറാഴ്ച 2:30 കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. സാഹിത്യകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പ്രകാശനം ചെയ്യും. മാധവൻ പുറച്ചേരി ഏറ്റുവാങ്ങും. സത്യജിത് റേ ദേശീയ പുരസ്കാരം ലഭിച്ച മിഥുൻ മനോഹറിനെയും ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിന്റെയും ബഷീർ പെരുവളത്തുപറമ്പിന്റെയും അധ്യാപകരായ എൻ വത്സൻ, ആയനത്ത് മുകുന്ദൻ, സൗമിനി കെ നാരായണൻ എന്നിവരെ ആദരിക്കും. പ്രൊഫസർ വി എസ് അനിൽകുമാർ അധ്യക്ഷനാകും. എം കെ മനോഹരൻ, ടി പി വേണുഗോപാലൻ, രമേശൻ ബ്ലാത്തൂർ, ടി പി വേണുഗോപാലൻ, രമേശ്, പ്രമോദ് കൂവേരി, വി കെ വിജയൻ, എം വി ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ആഗസ്റ്റ് 18, അതായത് നാളെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കുകയാണ്. ഉറുമ്പാന എന്ന പുസ്തകമാണ് നാളെ പ്രകാശനം ചെയ്യുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, അനുഭവം കൊണ്ട് മലയാളികളെ കോരിത്തെരിപ്പിച്ച എഴുത്ത് നടത്താൻ സാധിക്കുന്ന എഴുത്തുകാരനായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ് നല്ല മനസ്സാണ് നല്ല കവിത എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ മാധവൻ പുറച്ചേരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ 11ാമത്തെ പുസ്തകമാണ് ഉറുമ്പാന എന്ന പുസ്തകം. ഇതിനു മുമ്പ് 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2007 ഞാൻ എൻ്റെ ആദ്യ പുസ്തകം, ഞാൻ SSLC നേരിട്ട് പരീക്ഷ എഴുതി പാസ്സായ ഇരിക്കൂർ ഉദയ കോളേജിൽ വെച്ച് പ്രകാശനം നടത്തിയത്. അത് പ്രകാശനം ചെയ്തത് പ്രമുഖ ഗാന്ധിയനും ഫോക്ലോർ അക്കാദമിക്ക് മുൻ ചെയർമാനൊക്കെ ആയ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സാറായിരുന്നു. പിന്നീട് 9 പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു. അതിലൊരു പുസ്തകം, ഇരിക്കൂർ എന്ന പുസ്തകവും കാലികത്തുടിപ്പ് എന്ന പുസ്തകവും പ്രകാശനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. എൻ്റെ പല പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നത് ഒന്നുകിൽ ലൈബ്രറി കൗൺസിൽ മേളയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയുടെ അനുബന്ധമായിട്ടാണ് നടത്താറുള്ളത്. 2010 ഇത്രയും ഉയരത്തിൽ എന്നൊരു പുസ്തകം പ്രകാശനം ചെയ്തത് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു. അതിൻ്റെ ഹാളിൽ വെച്ചായിരുന്നു. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു എഴുത്തുകാരനായ മൺമറഞ്ഞ TN പ്രകാശ് സാറ് പ്രകാശനം ചെയ്യുകയും അഷ്റഫ് അടൂരി ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരു പുസ്തകമായിരുന്നു ഇത്രയും ഉയരത്തിൽ.